ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് 27/10/2022. അപ്പം ഇന്ന് എന്താണ് സംഭവിച്ചത്? ഇന്ന് നമുക്ക് നോക്കാം. അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ഞാനൊരു വീണ്ടും ഒരു ഫ്രൈഡേ റാലി പ്രതീക്ഷിച്ചു. പക്ഷേ ഒന്നും പറയാറായിട്ടില്ല. നമ്മളിപ്പോൾ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ ഒരു ബ്രേക്ക് വൺ അവർ തന്നിട്ടുണ്ട് താഴേക്ക്. സംടൈംസ് ആ 1 hour ബ്രേക്കൊക്കെ തന്നു കഴിഞ്ഞാൽ താഴേക്ക് ഒരു നമ്മുടെ എന്താണ് SM പ്ലേ ചെയ്യേണ്ടതാണ്. അപ്പം അതിന് വഴി ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പം നമുക്കറിയാൻ പാടില്ല. അപ്പം അത് വിടുക. അപ്പോൾ ഇന്ന് നമ്മൾ ഏഷ്യ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഏഷ്യ കഴിഞ്ഞ ദിവസത്തെ ഹൈ ബൈ സൈഡ് ലിക്വിഡിറ്റീസ് എല്ലാം ബ്രേക്ക് ചെയ്ത് താഴേക്ക് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്നു. ഇവിടുത്തെ OB മിഡിക്കേറ്റ് ചെയ്ത് താഴേക്ക് ബ്രേക്ക് ചെയ്തു. ആദ്യത്തെ സ്വിങ് ബ്രേക്ക് ചെയ്തു താഴേക്ക്. ആ സ്വിങ് ബ്രേക്ക് ചെയ്ത് നമുക്ക് FEG ക്രിയേറ്റ് ചെയ്തു. ആ FEG മിഡിക്കേറ്റ് ചെയ്ത് താഴേക്ക് വീണ്ടും ബ്രേക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ലണ്ടൻ ഓപ്പൺ ആയി കഴിഞ്ഞപ്പം നമ്മൾ ജസ്റ്റ് കുറച്ച് സ്വിങ്, ഇവിടെ ഒരു ചെറിയ സ്വിങ് ഉണ്ട്, അത് സ്വിങ് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ആ OB തന്നെ മിഡിക്കേറ്റ്. ഇതൊരു OB ആണ്, മുകളിലേക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് താഴേക്ക് ബ്രേക്ക് ചെയ്ത OB ആണത്. അപ്പോൾ ആ OB മെഡിക്കേറ്റ് ചെയ്തിട്ട് ആ OB നമുക്ക് 50 മിനിറ്റിൽ കാണാം. 50 മിനിറ്റ് 1 hour ക്ലീൻ ഒരു OB ആയിട്ട് നമുക്ക് കാണാം. 1 hour ഇതാണ് നമ്മളുടെ OB. അപ്പോൾ ഈ ഓപ്പൺ പ്രൈസാണ് നമ്മളുടെ OB ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് അത് വീണ്ടും ഒന്ന് മെഡിക്കേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ 50 മിനിറ്റിൽ വരുമ്പോൾ വീണ്ടും അതൊരു ക്ലിയർ മെഡിക്കേഷൻ നമുക്കിങ്ങനെ കാണാം. അപ്പോൾ ഇവിടെ കുറച്ച് 5 മിനിറ്റിൽ ഷോർട്ട് ടേം സ്വിങ്ങുകളുണ്ടായിരുന്നു. അത് സ്വീപ്പ് ചെയ്ത് താഴേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഏഷ്യയുടെ ലോ സ്വീപ്പ് ചെയ്തത് കണ്ടതനുസരിച്ച്, പക്ഷേ വേറെ വലിയ ഇതില്ലാണ്ട് ഒരു ലോ സ്വീപ്പ് ചെയ്തതനുസരിച്ച്, പക്ഷേ ഇവിടെ ഒരു 1 hour OB ഉണ്ടായിരുന്നു, 1 hour FEG ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഒരു ബൈ എടുത്തു. എനിക്കത് ഓരോ ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ അങ്ങ് എടുത്തതാണ്. അപ്പോൾ അതെനിക്ക് കിട്ടിയത് ഇതായിരുന്നു. ഈ FEG ഫില്ലായി. ഇപ്പോൾ ഇതൊരു 5 minute FEG ആണ്. ഞാൻ ഇവിടെ ഒരു എൻട്രി എടുത്തു ലോങ്. അപ്പം ഈ 5 minute FEG ഞാൻ ഇവിടെ എടുത്ത് ഞാൻ ഇതിൻ്റെ ആദ്യത്തെ സ്വിങ് എനിക്കൊരു 1:3 കിട്ടും. ഞാനത് വെച്ചപ്പം എനിക്കൊരു 1:2 വന്നു. അവിടെ വരെ വന്നു. അത് പിന്നീട് ബ്രേക്ക് ഈവനായി. ഞാൻ പാർഷ്യൽസ് ഒന്നും എടുത്തില്ല, ബ്രേക്ക് ഈവനായി അത്. പക്ഷേ ഞാൻ ഈ ഒരു ബ്രേക്ക് കഴിഞ്ഞപ്പോൾ അതെടുത്ത് പൊക്കി വെച്ചു. പക്ഷേ ആദ്യം അതെനിക്ക് ബ്രേക്ക് ഈവൻ ആക്കാൻ പറ്റിയില്ല. ഈ വല്ലാത്തൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു അത്. പിന്നീട് ഞാനതെടുത്ത് ഈ ഒരു ബ്രേക്ക് കണ്ടപ്പോൾ ഞാനത് 1 minute 3 മിനിറ്റിലാണെന്ന് തോന്നുന്നു ആ ബ്രേക്ക് നൈസായിട്ട് കണ്ടത്. അത് ഈ 3 മിനിറ്റിൽ ഞാൻ ഈ ഒരു FEG ഫോം ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് അതെടുത്ത് ബ്രേക്ക് ഈവൻ ആക്കി ഇങ്ങനെ വെച്ചു. പക്ഷെ അത് കറക്റ്റ് പിന്നീട് വന്ന് പോയി, മെഡിക്കേറ്റ് ചെയ്തില്ല. അത് ബ്രേക്ക് ഈവൻ ആയിപ്പോയി. എനിക്കെന്തോ അതിനകത്ത് എന്തോ ഇത് പോയിട്ടുണ്ട്, കമ്മീഷൻ പോയിട്ടുണ്ട്. അപ്പം അത് ഓക്കെ, അതൊരു ലോസ് ആയിട്ട് കണക്കാക്കാം. അത് പിന്നീട് താഴേക്ക് ലഞ്ച് ഓപ്പൺ ആയപ്പം താഴേക്ക് ഹെവി നമ്മളുടെ ഈ ഒരു മെഡിക്കേഷൻ, ഈ ഒരു OB മെഡിക്കേറ്റ് ചെയ്ത് OB ലിക്വിഡിറ്റീസ് എല്ലാം ഗ്രാബ് ചെയ്ത് താഴേക്ക് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്നു. അപ്പം ഇവിടെ ഒരു 1 hour FEG ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. 1 hour FEG ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു 1 hour FEG ആണ്. അപ്പോൾ ഈ 1 hour FEG ഫോമായി കഴിഞ്ഞ് നമ്മളുടെ പ്രീ ന്യൂ ഇയർ ഓപ്പൺ ആയപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നത്? നമുക്ക് ന്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ ന്യൂസ് സേവ് ചെയ്ത് വെച്ചിട്ടില്ല ഇവിടെ. അപ്പം ന്യൂസ് ഉണ്ടായിരുന്നു. അത് ഏകദേശം 8:30 ഒരെണ്ണം ഉണ്ടായിരുന്നു, 8:45 ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ സാധനം കണ്ടു. ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസിൽ, നമ്മൾ ന്യൂസ് അവേഴ്സ് ആണെങ്കിൽ 8:30 ന്യൂസ് വരുവാണെങ്കിൽ കുറച്ച് നേരത്തെ നമ്മുടെ പ്രൈസൊക്കെ ആക്ട് ചെയ്ത് നിൽക്കുമായിരിക്കും. അപ്പോൾ ആ ഒരു റിയാക്ഷൻ എനിക്ക് ഇവിടെ കാണാൻ പറ്റി. നമ്മുടെ 1 hour ആ ഒരു FEGയിലേക്ക് പ്രൈസ് മെഡിക്കേറ്റ് ചെയ്യാൻ വന്ന് നമ്മളുടെ ലഞ്ച് അവറിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു സ്വിങ് സ്വീപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ ലഞ്ച് അവറിൽ ഉണ്ടാക്കിയ ആ സ്വിങ് സ്വീപ്പ് ചെയ്ത് ആ 1 hour 1 hour FEG മെഡിക്കേറ്റ് ചെയ്ത് താഴേക്ക് ബ്രേക്ക് ചെയ്തു.
ബ്രേക്ക് ചെയ്ത് ഞാനിവിടെ ഒരു എൻട്രി എടുത്തു. അതൊരു 1:3. ഞാൻ 1:3 ആണ് മെയിനായിട്ട് നോക്കുന്നത്. പിന്നീട് റണ്ണിങ് അനുസരിച്ചാണ് ഞാൻ കയറ്റി വെക്കുന്നത്. മറ്റേ 80% ഞാൻ വിടും. അപ്പം അങ്ങനെയാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. അപ്പം ഇതാണ്. ഇവിടെ ഒരു 4 hour FEG ഉണ്ടായിരുന്നു. ഞാൻ ആ FEGയുടെ അവിടെയാണ് വെച്ചിരുന്നത്. 1:3 ഉണ്ടായിരുന്നത്. ഇതാണ് ഒരു ട്രേഡ് ഞാൻ എടുത്തത്. ഇത് ഓക്കെ ആയിരുന്നു, സക്സസ് ആയിരുന്നു. പിന്നീട് അടുത്ത ട്രേഡ് എന്ന് പറയുന്നത് ഈ 4 hour FEG മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു. ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ കരുതിയത് ഈ OB എല്ലാം OB എല്ലാം സ്വീപ്പ് ചെയ്ത് പിന്നീട് മേളിലേക്ക് പോകുന്നായിരുന്നു. പക്ഷേ സംഭവിച്ചില്ല. ഞാനപ്പോൾ അത് 4 hourൽ ആ ഒരു മെഡിക്കേഷൻ കണ്ടപ്പോൾ ഞാൻ 1 minute നല്ലൊരു FEG ഫോം ചെയ്യുന്ന എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ ഞാൻ ഈ ഒരു ഇവിടെ ആയപ്പോൾ ഞാനൊരു എൻട്രി എടുത്തു. ലോങ് ആണ് എടുത്തത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ FEG മിറ്റിഗേറ്റ് ചെയ്ത് സാധാരണ പോകുന്നതാണ്, മിക്കവാറും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ഡീപ്പായിട്ടൊരു മിറ്റിഗേഷൻ ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് ഞാൻ ഇവിടെ 1:3 വെച്ചായിരുന്നു എനിക്ക്. അത് 1:3 ഉണ്ടായിരുന്നു. യെസ്, ഞാൻ ഇതാണ് എയിം ചെയ്തത്. പക്ഷേ അവിടെ ഒരു OB ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ എൻട്രി എടുത്തിട്ടില്ല. അത് താഴേക്ക് പോകുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ താഴേക്ക് പോയി. അപ്പം OBയുടെ റിയാക്ഷനാണത്. പക്ഷേ ഞാൻ ആ OB ഒരു ലിക്വിഡിറ്റി ആയിട്ട് എയിം ചെയ്തതാണ്. ആദ്യത്തെ ഈ ഒരു ഇത് കഴിഞ്ഞപ്പോൾ ബ്രേക്ക് ഈവൻ ആക്കി. പിന്നീട് ആദ്യത്തെ ഈ ഒരു ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രേക്ക് ഈവൻ ആക്കി. പിന്നീട് ഞാൻ ഇവിടെ 1:3 TP എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പക്ഷേ അത് പിന്നീട് വീണ്ടും വന്ന് ബ്രേക്ക് ഈവനായി. ആ ഒരു 80% വീണ്ടും വന്ന് ബ്രേക്ക് ഈവനായി. അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ പരിപാടികളെല്ലാം അറ്റൻഡ് ആയത്. അപ്പം ഇതായിരുന്നു സംഭവം. ഇവിടെ വേറൊരു കൺഫർമേഷനും കൂടെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഞായറാഴ്ചത്തെ വീഡിയോയിൽ പറയാം അതിനെക്കുറിച്ച്. അപ്പം ഇതാണ് ഇന്നത്തെ പ്രൈസ് ആക്ഷൻ എന്ന് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് ബ്രേക്ക് ഈവൻ, ഒരു ചെറിയ ലോസ്, പിന്നെ ഒരു നല്ലൊരു എൻട്രി കിട്ടി. പിന്നെ ഇവിടെ ഒരു എൻട്രി കിട്ടി. പക്ഷേ എനിക്ക് എക്സ്പെക്റ്റ് ചെയ്ത സാധനം വന്നില്ല. അപ്പോൾ അതൊരു നല്ല പരിപാടിയായിട്ട് ഞാൻ കൂട്ടില്ല. അപ്പം അത് തന്നെ കുഴപ്പമില്ലായിരുന്നു. 1:3 കിട്ടിയെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു റിയാക്ഷൻ കിട്ടുന്നില്ല. അപ്പം അത് അങ്ങനെ. അപ്പം നമ്മൾ ഇനി എക്സ്പെക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് 4 hourൽ പോയി നോക്കാം. 4 hourൽ ഇത് കണ്ടില്ലേ, ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി പോലെ ഫോം ചെയ്ത് വെച്ചേക്കാണ് സാധനം. ഈ സാധനമൊക്കെ സ്വീപ്പായാൽ കൊള്ളാമെന്നാണ് ഒരിത്. അപ്പം നമ്മളുടെ ആ MMSM കിട്ടുമോ നോക്കാം. എന്നാണ് പറഞ്ഞാൽ മാർക്കറ്റ് മേക്കർ സെൽ മോഡൽ കിട്ടുമോ നോക്കാം. കറക്റ്റ് ഇതൊരു ഒറിജിനൽ കൺസൾട്ടേഷനായിട്ട് എടുത്തിട്ട് നമുക്ക് ഇവിടെ വന്ന് മിറ്റിഗേറ്റ് ചെയ്യുന്നതായിട്ട് നോക്കാം. പക്ഷേ നാളെ ഇനിയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാധനം മേളിലേക്ക് പോകണമെന്നായിരുന്നു. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം റിയാക്ഷൻസ് അനുസരിച്ച് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഡയറക്ഷൻസ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ സെറ്റപ്പ് കിട്ടുന്നുണ്ടോ നോക്കുക. പിന്നെ ട്രേഡ് മാനേജ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റും. അത് തന്നെ, ട്രേഡ് മാനേജ്മെൻറ്റിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.